ആസ്ട്രോ ഹീലിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ ഈ റീഡിങ്ങിൽ നമ്മളിന്ന് അടുത്ത 7 ദിവസത്തിലുള്ള എനർജീസാണ് നോക്കുന്നത്. അടുത്ത 7 ദിവസത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ കാണുന്നത് മറഞ്ഞിരിക്കുന്ന ഒരു സത്യം, ഒരു പ്രധാനപ്പെട്ട സത്യം ഇപ്പോഴും നിങ്ങളുടെ മുൻപിൽ വെളിപ്പെടാൻ പോവുകയാണ് എന്നാണ്. ആദ്യമൊന്നും വലിയ മാറ്റമൊന്നും സംഭവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നില്ല. എന്നാൽ ഒരു മെസ്സേജോ ഒരു ചെറിയ സൂചനയോ അല്ലെങ്കിൽ ഒരാളുടെ പ്രവൃത്തിയോ നിങ്ങളുടെ കണ്ണുകളെ തുറപ്പിക്കും അല്ലെങ്കിൽ തുറക്കാൻ കാരണമാകും എന്നാണ് കാണുന്നത്. ആ ഒരു നിമിഷത്തിന് ശേഷം നിങ്ങൾ ഇതുവരെ ശ്രദ്ധിക്കാതെ പോയ പല കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങും. ഇതുവരെ നിങ്ങൾ കാണാതെ പോയ സത്യങ്ങൾ ഓരോന്നായിട്ട് നിങ്ങൾക്ക് വ്യക്തമായി തുടങ്ങും. ഇതുവരെ സംശയം മാത്രം തോന്നിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത നിങ്ങൾക്ക് കിട്ടിത്തുടങ്ങുമെന്ന് കാണുന്നുണ്ട്. ഈ വെളിപ്പെടുത്തൽ നിങ്ങളെ കൂടുതൽ വ്യക്തതയിലേക്കും ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിലേക്കും നിങ്ങളെ നയിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കുക. നിങ്ങളുടെ ഉള്ളിൽ നിന്നും പറയുന്ന ആ ഒരു ശബ്ദത്തെ നിങ്ങൾ വിശ്വസിക്കുക. ഇവിടെ ആദ്യത്തെ എനർജി ലഭിക്കുന്നതെന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ആഴത്തിലുള്ള ഒരു മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. വളരെ കാലമായിട്ട് ആരോ ഒരാൾ ഒരു തീരുമാനം എടുക്കുമെന്നോ അല്ലെങ്കിൽ അവരുടെ മനസ്സ് മാറും അല്ലെങ്കിൽ നിങ്ങൾക്കായിട്ടൊരു പുതിയ വാതിൽ തുറക്കുമെന്ന പ്രതീക്ഷയിൽ നിങ്ങൾ കാത്തു നിൽക്കുന്നതായിരിക്കാം. എന്നാൽ ഇപ്പോൾ ആ ഒരു എനർജി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ അടുത്ത അധ്യായം മറ്റാരുടെയും തീരുമാനത്തെ ആശ്രയിച്ചല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ അനുഭവപ്പെടുന്നത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം നിങ്ങളുടെ കൈകളിലാണെന്നും മുൻപോട്ട് പോകാനുള്ള ശക്തിയും കഴിവും നിങ്ങളിലുണ്ട് എന്നും നിങ്ങൾ തിരിച്ചറിഞ്ഞതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായത്തിൻ്റെ തുടക്കമായിരിക്കാം ഇത്. ചിലർക്ക് ഇതൊരു പുതിയ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടാകാം. ഏറെ നാളായിട്ട് മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന ഏതെങ്കിലും ഒരു ലക്ഷ്യമാകാം, അതിൻ്റെ തുടക്കമാകാം. അല്ലെങ്കിൽ ഏറെ നാളായിട്ട് നിങ്ങളുടെ എനർജിയെ ചോർത്തിക്കൊണ്ടിരുന്ന ഒരു കാര്യത്തിൽ നിന്നും നോ പറഞ്ഞിട്ട് നിങ്ങൾ അതിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു തീരുമാനം എടുക്കുന്നതുമാകാം. ഈ ഒരു മാറ്റത്തിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ അടുത്ത 3 മുതൽ 10 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. അതിനുള്ള സാധ്യതകൾ ഇവിടെ കാണുന്നുണ്ട്. അതിനുശേഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമാധാനം പതിയെ കടന്നു വരാൻ തുടങ്ങും. ഇതുവരെ നിങ്ങളെ അലട്ടിയിരുന്ന അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദങ്ങൾ, പ്രശ്നങ്ങൾ എല്ലാം കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് അനുഭവപ്പെടും. അതുപോലെ തന്നെ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അകന്നുപോയ ഒരു ബന്ധം വീണ്ടും സ്നേഹപൂർണ്ണമാകുന്നതും ഒരു അടുപ്പവും ഒക്കെ കാണുന്നുണ്ട്. ആ ഒരു ബന്ധത്തിൽ നീണ്ടു നിന്ന ഒരു തെറ്റിദ്ധാരണ ആരുമായിട്ടെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അത് അവസാനിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ചിലർക്ക് സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത ലഭിക്കുമെന്നും കാണുന്നുണ്ട്. മറ്റു ചിലർക്ക് ഏറെ നാളുകൾക്ക് ശേഷം ജീവിതം മുൻപത്തേക്കാൾ കൂടുതൽ പ്രതീക്ഷയും സമാധാനവും ഭാരം കുറഞ്ഞതുപോലെയും ഒക്കെ തോന്നി തുടങ്ങും. ഈ പറയുന്നത് നിങ്ങളിലേക്ക് വരുന്ന നേട്ടങ്ങളെക്കുറിച്ച് മാത്രമല്ല, നിങ്ങളുടെ ഹൃദയത്തിനും മനസ്സിനും ലഭിക്കുന്ന സമാധാനത്തെക്കുറിച്ചും കൂടെയാണ് ഞാനിവിടെ പറയുന്നത്. ഇപ്പോഴും ചില കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയാത്ത ചില കാര്യങ്ങൾ ഉണ്ട്. നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്ന ഒരു രഹസ്യമുണ്ട് എന്ന് കാണാം. ഇതുവരെ വെളിച്ചത്ത് വരാത്തൊരു സത്യം ബാക്കിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ആരോ ഒരാൾ അവരുടെ യഥാർത്ഥമായിട്ടുള്ള ഇമോഷൻസ് നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നിർണായകമായിട്ടുള്ള ഒരു ഭാഗം ഇനിയും പുറത്തു വരാനുണ്ടാകാം. അതുമല്ലെങ്കിൽ ഇപ്പോഴും വ്യക്തത ലഭിക്കാത്ത എന്തോ ഒന്ന് നിങ്ങളെ ഇപ്പോഴും അലട്ടുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. അടുത്ത 7 മുതൽ 14 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളൊന്ന് നിരീക്ഷിക്കുക, അത് വിശ്വസിക്കുക. അത് നിങ്ങളെ ശരിയായിട്ടുള്ള ആ ഒരു ദിശയിലേക്ക് നയിക്കുമെന്ന് കാണാം. ചിലപ്പോൾ നമ്മളുടെ മുമ്പിൽ കാര്യങ്ങൾ വ്യക്തമാകുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ഉള്ളിൽ നിന്നും ആരോ നമുക്ക് പറഞ്ഞു തരുന്നത് പോലെ തോന്നാറില്ലേ? അങ്ങനെ ഒരു ശബ്ദം നിങ്ങളുടെ ഉള്ളിൽ നിന്നും വരുന്നുണ്ടെങ്കിൽ ആ ഒരു നിശബ്ദമായിട്ടുള്ള ആ ഒരു ഉൾവിളിയെ നിങ്ങൾ അവഗണിക്കരുത്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടത്തോടെ ചെയ്തിരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക്
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ചില ലക്ഷ്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ നിർത്താതെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾ ആ ഒരു കാര്യം ഗിവപ്പ് ചെയ്യാതെ നിങ്ങൾ അത് ചെയ്ത് മുന്നോട്ട് പോവുക. കാരണം ഇന്നത്തെ നിങ്ങളുടെ ഓരോ ശ്രമവും നിങ്ങളുടെ നാളത്തെ വിജയത്തിന് വഴിയൊരുക്കും എന്നിവിടെ കാണാം. ഒരു പുതിയ കഴിവ് പഠിക്കുകയോ അല്ലെങ്കിൽ ബിസിനസ് വികസിപ്പിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്വപ്നത്തിനായിട്ട് പരിശ്രമിക്കുന്നുണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ഒരിക്കലും അതിൽ നിന്ന് നിങ്ങൾ പിന്മാറരുത്. നിങ്ങൾ മനസ്സിലാക്കുക, പുരോഗതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രസ് എന്ന് പറയുന്നത് പതുക്കെയാണെന്ന് നിങ്ങൾക്കിപ്പോൾ തോന്നിയാലും പതുക്കെയുള്ള ആ ഒരു മുന്നേറ്റം തന്നെയാണ്. ഒന്നും ചെയ്യാതെ ഇരിക്കുന്നതിനേക്കാൾ എത്രയോ മികച്ചതാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്, അല്ലേ? അതുപോലെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഈ ഒരു പുരോഗതി അത്ര വലുതായിട്ട് നിങ്ങൾക്കിപ്പോൾ തോന്നണമെന്നില്ല. പക്ഷേ പതുക്കെയുള്ള ആ ഒരു മുന്നേറ്റം തന്നെയാണ്. നിങ്ങളുടെ ഓരോ ചുവടും നിങ്ങളെ ലക്ഷ്യത്തോട് കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ വിചാരിക്കുന്നതിലും അടുത്താണ് നിങ്ങളുടെ അനുഗ്രഹം നിങ്ങളുടെ അടുത്താണതുള്ളത്. അതുപോലെ മറ്റൊരു എനർജി ഇവിടെ കാണുന്നത് നിങ്ങളുടെ പാസ്റ്റുമായിട്ടുള്ള ഒരു ബന്ധപ്പെട്ട ഒരു എനർജിയാണ്. അതായത് നിങ്ങളുടെ പാസ്റ്റിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അത് ചിലപ്പോൾ പാസ്റ്റിലെ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു അവസരവുമായിട്ട് ബന്ധപ്പെട്ടതോ നിങ്ങളുടെ ഹൃദയത്തെ വേദനിപ്പിച്ച ഒരു ഇൻസിഡൻറ്റോ നിങ്ങളെ അത്രയധികം വേദനിപ്പിച്ച ഒരു ഇൻസിഡൻറ്റോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ വളരെ മോശമായിട്ട് പറഞ്ഞ ആ ഒരു വാക്കുകൾ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലും ബുദ്ധിയിലും തങ്ങി നിൽക്കുന്നതോ ആയ ആ ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ചില വാക്കുകളുമാകാം. ആ ഒരു ഓർമ്മ വീണ്ടും വരുമ്പോൾ ആ ഒരു അനുഭവം എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ നടന്നു, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് നിങ്ങളുടെ മനസ്സിനോട് തന്നെ നിങ്ങൾ ചോദ്യം ചെയ്തേക്കാം. എന്നാൽ ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് ആ ഒരു വേദന നിറഞ്ഞ അധ്യായം ഇന്ന് നിങ്ങളുടെ മുൻപിൽ തുറന്നു വരുന്ന പുതിയ അവസരങ്ങൾക്ക് നിങ്ങളെ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആ അനുഭവങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച പാഠങ്ങൾ അല്ലെങ്കിൽ ആ അനുഭവങ്ങളിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കിയ ആ ഒരു തിരിച്ചറിവുകൾ അതില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ഒരു അനുഗ്രഹങ്ങൾ കടന്നു വരില്ലായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ വരാനിരിക്കുന്ന ഈ ഒരു അവസരങ്ങളെയും അനുഗ്രഹങ്ങളെയും സ്വീകരിക്കാനായിട്ട് നിങ്ങൾ പൂർണ്ണമായിട്ടും തയ്യാറാകില്ലായിരുന്നു. ശരിക്കും ആ ഒരു വേദന നിറഞ്ഞ അനുഭവങ്ങൾ നിങ്ങൾക്കുള്ള ഒരു ഒരുക്കലായിരുന്നു, നിങ്ങളെ ഒരുക്കുന്നതായിരുന്നു. ഒരു സ്വർണത്തെ കൂടുതൽ മിനുസമുള്ളതാക്കുന്നത് പോലെ നിങ്ങളെ മിനുസമുള്ളതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയയിൽ നിങ്ങളെ ഇട്ടതായിരുന്നു ആ ഒരു അനുഭവങ്ങൾ, ആ ഒരു എക്സ്പീരിയൻസസ് നിങ്ങൾക്ക് തന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇവിടെ കാണുന്നത് ആരെയെങ്കിലും കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിനെ കുറിച്ചോ പെട്ടെന്നൊരു നിഗമനത്തിൽ അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിൽ നിങ്ങൾ എത്താതിരിക്കുക. അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ അവർ തരുന്ന എല്ലാ വാക്കുകളും മുഴുവൻ സത്യം ആവണമെന്നില്ല. അതായത് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് പോലെ ഫസ്റ്റ് ഇംപ്രഷൻ എല്ലായ്പ്പോഴും സത്യമാകണമെന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ആരെങ്കിലും വലിയ വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ തീരുമാനമെടുക്കുന്നതിന് മുൻപ് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കുക. അത് ചിന്തിക്കാനും വിലയിരുത്താനും നിങ്ങൾ വേണ്ടുന്ന സമയം കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ തീരുമാനമെടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ അവരോട് തന്നെ ചോദിച്ച് വ്യക്തത വരുത്താനായിട്ട് നിങ്ങൾ മടിക്കരുത്. അവരോട് എങ്ങനെ ചോദിക്കും എന്നുള്ളത് ചിന്തിക്കരുത്. നിങ്ങളുടെ കാര്യമാണ്, നിങ്ങളുടെ ജീവിതമാണ്. അപ്പോൾ നിങ്ങൾ വ്യക്തത വരുത്തേണ്ടതും നിങ്ങൾ തന്നെയാണ്. അതിന് മടി കാണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വ്യക്തത വരുത്തിയതിന് മാത്രം തീരുമാനമെടുക്കുക. അതിനുശേഷം മാത്രം തീരുമാനമെടുക്കുക. സത്യം എന്നേക്കുമായിട്ട് മറഞ്ഞിരിക്കുകയില്ല എന്ന് മനസ്സിലാക്കുക. അത് ശരിയായ സമയത്ത് നിങ്ങളുടെ മുൻപിൽ വരിക തന്നെ ചെയ്യും. ഈ റീഡിങ്ങിൽ പറയുന്നത് നിങ്ങളുടെ സംശയങ്ങൾക്ക് വ്യക്തത ലഭിക്കും, നിങ്ങളിൽ ആത്മവിശ്വാസം വളരുമെന്നാണ്. നിങ്ങളെ അലട്ടുന്ന ആ ഒരു പ്രഷർ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങൾ, ആ ഒരു സ്ട്രെസ്സ് അവയെല്ലാം തന്നെ മാറി നിങ്ങളിലേക്ക് സമാധാനം വരുമെന്നാണ്. ഇതുവരെ മറഞ്ഞിരുന്ന പല കാര്യങ്ങളിലും നിങ്ങൾക്കൊരു വ്യക്തത ലഭിക്കും, നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കുമെന്നാണ്. ഈ റീഡിംഗ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തെയോ
നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ആവർത്തിച്ച് വരുന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ അവഗണിക്കരുത്. ആദ്യം ലഭിക്കുന്ന സൂചന ചിലപ്പോൾ ചെറുതായിരിക്കാം, എന്നാലും ഒരു സന്ദേശത്തിലൂടെയോ അല്ലെങ്കിൽ ഒരു സംഭാഷണത്തിലൂടെയോ അല്ലെങ്കിൽ എല്ലാം മനസ്സിലാക്കാൻ തക്കതായിട്ടുള്ള ഒരു സാഹചര്യമോ നിങ്ങളുടെ മുൻപിൽ ഉണ്ടാവും. അത് നിങ്ങൾക്ക് സത്യങ്ങൾ പറഞ്ഞു തരുമെന്നാണ് ഇവിടെ കാണുന്നത്. സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.